യഥാർത്ഥത്തിൽ ആരാണ് ഈ വിഷയം ഇത്ര വഷളാക്കിയത്? നമുക്ക് പരിശോധിക്കാം. 2022 മാർച്ച് 14 വഖഫ് ബോർഡ് CEO ബി മുഹമ്മദ് ജമാൽ നൽകിയ ഒരു നോട്ടീസിൽ നിന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം. അണഞ്ഞുകിടന്ന വിഷയം ആളിക്കത്തിച്ചത് ആ നോട്ടീസാണ്. വഖഫ് ബോർഡ് CEO അങ്ങനെ ഒരു നോട്ടീസ് നൽകാനിടയായ സാഹചര്യം എന്താണ്? അതും പരിശോധിക്കണമല്ലോ. നോട്ടീസ് നൽകാൻ CEOയെ അധികാരപ്പെടുത്തിയത് ജനാബ് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡിന്റെ ഉത്തരവാണ്. 2019 മെയ് 20 ഉത്തരവിന്റെ തീയതി. നോട്ടീസ് കൊടുത്തതോ 2022 മാർച്ച് 14. ഉത്തരവിറങ്ങി 2 വർഷവും 10 മാസവും കഴിഞ്ഞിട്ട്. എന്തുകൊണ്ട് ഈ കാലതാമസം? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? റഷീദ് അലി തങ്ങളുടെ ഉത്തരവിറങ്ങി ഏതാണ്ട് 3 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കാൻ CEOയ്ക്ക് എന്ത് ഉൾവിളിയാണ് ഉണ്ടായത്? എന്തായിരുന്നു പ്രകോപനം? ആ കഥ വേറെയാണ്. ബി മുഹമ്മദ് ജമാലിനെ വഖഫ് ബോർഡ് CEO ആയി നിയമിച്ചത് 2001 UDF സർക്കാർ. ചട്ടപ്രകാരം 56 വയസ്സാണ് CEOയുടെ പ്രായപരിധി. 56 വയസ്സ് പൂർത്തിയാക്കിയ മുഹമ്മദ് ജമാലിന് പകരം പുതിയ CEOയെ നിയമിക്കാൻ 2020 സർക്കാർ ശ്രമം തുടങ്ങി. എന്നാൽ തന്നെ 58 വയസ്സുവരെ തുടരാൻ അനുവദിക്കണമെന്നായി മുഹമ്മദ് ജമാൽ. കേസും നിയമയുദ്ധവും ആരംഭിച്ചു. സുപ്രീം കോടതി വരെ നീണ്ട കോടതി വ്യവഹാരം. ജമാലിനെ CEO സ്ഥാനത്ത് നിന്ന് നീക്കിയേ തീരൂ എന്ന് സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. CEO സ്ഥാനത്ത് തുടരാൻ ജമാലിനെ അനുവദിക്കുന്ന സ്റ്റേ ഉത്തരവ് അടിയന്തരമായി നീക്കണമെന്ന് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ TK ഹംസ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡിൽ 58 വയസ്സുവരെ തുടരാൻ അനുവദിക്കണമെന്ന ജമാലിന്റെ ഹർജി 2022 മാർച്ച് 8 സുപ്രീം കോടതി തള്ളി. സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. മാർച്ച് 31 സ്ഥാനമൊഴിയണമെന്ന് സുപ്രീം കോടതി ജമാലിന് നിർദ്ദേശം നൽകി. അതിൽ പ്രകോപിതനായ മുഹമ്മദ് ജമാൽ 2022 മാർച്ച് 14 ബോർഡിനോടും ചെയർമാനോടും ആലോചിക്കാതെ മുനമ്പം നിവാസികൾക്ക് മേൽപ്പറഞ്ഞ നോട്ടീസ് അയച്ചു. 3 കൊല്ലം കോൾഡ് സ്റ്റോറേജിലിരുന്ന ഉത്തരവിന്മേൽ 2022 മാർച്ച് 14 നടപടി ഉണ്ടായതിന് ഒരേ ഒരു പ്രകോപനം ഇതായിരുന്നു. 58 വയസ്സുവരെ വഖഫ് ബോർഡിന്റെ CEO സ്ഥാനത്ത് തുടരാൻ പിണറായി സർക്കാർ ബി മുഹമ്മദ് ജമാലിനെ അനുവദിച്ചില്ല. അതിനുള്ള പകരം വീട്ടലായിരുന്നു മുനമ്പം വിഷയം പൊടുന്നനെ വഷളാക്കൽ. അവിവേകിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി. അത് സ്വാഭാവികമായും മുനമ്പത്ത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. അടിയന്തരമായി എന്ത് പോംവഴിയാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്? അവിടെ പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കണം. മുനമ്പം വാസികളിൽ നിന്ന് കരം സ്വീകരിക്കുന്നത് തുടരാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം റദ്ദാക്കണമെന്നും മുനമ്പം വാസികൾക്കെതിരെ മുഹമ്മദ് ജമാലിന്റെ നോട്ടീസിൽ പറയും പ്രകാരം നടപടിയെടുക്കണമെന്നും പരസ്യമായി ആവശ്യപ്പെട്ട ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് മുസ്ലിം ലീഗാണ്. വീണുകിട്ടിയ വിഷയത്തിൽ സാമുദായിക സംഘർഷത്തിനുള്ള വെടിമരുന്ന് വിതറിയത് മുസ്ലിം ലീഗ് മാത്രമാണ്. അതിന്റെ പാപം ലീഗ് ഒറ്റയ്ക്ക് ചുമന്നാൽ മതി.